ദേശീയപാത വികസനം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ യാത്രാഗതാഗത മേഖലയിൽ വലിയ വിപ്ലവകരമായ മാറ്റത്തിനാണ് നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. സർ, എൻ്റെ ചോദ്യം, ദേശീയപാത 66-ൻ്റെ വികസനത്തിന് നമ്മുടെ ഗവൺമെൻറ് കേന്ദ്രത്തിന് ഇതുവരെ എത്ര തുക നൽകിയിട്ടുണ്ട്? മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾ ഇങ്ങനെ പണം നൽകാൻ തയ്യാറായിട്ടുണ്ടോ? സർ, ദേശീയപാത വികസനം NH66 ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ഒരു ചിരകാല സ്വപ്നമാണ്. ലോകത്തെവിടെയുള്ള മലയാളികൾ. സർ, ഈ പദ്ധതി യഥാർത്ഥത്തിൽ മരണപ്പെട്ടൊരു പദ്ധതിയായിരുന്നു. സർ, 2014 ഏപ്രിൽ മാസം 14 നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തൊട്ട് തലേ ദിവസം ഈ പദ്ധതിക്ക് ചരമഗീതം പാടിയതാണ്. എന്നാൽ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നു. LDF പ്രകടന പത്രികയിൽ ഈ പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി. സാധ്യമാകുന്നത് പറയുകയും പറയുന്നത് ഏത് പ്രതിസന്ധിയും തട്ടിമാറ്റി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു മുന്നണിയും സർക്കാരുമാണ് LDF സർക്കാരും എന്നുള്ളത് നമുക്കറിയാം. സാർ, അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായി ഒരു തവണയല്ല, ശ്രീ നിതിൻ ഗഡ്കരിയുമായി ഒരു തവണയല്ല 5ലധികം തവണ ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ ഭാഗമായി ഒരു കാര്യം തീരുമാനമായി: കേന്ദ്ര സർക്കാർ ഇനി കൂടുതൽ പണം തരാൻ തയ്യാറല്ല എന്നുള്ളത്. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഈ പദ്ധതി ഉപേക്ഷിക്കുക, അതല്ലെങ്കിൽ ഈ പദ്ധതിക്ക് പണം കണ്ടെത്തുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്താൻ നിശ്ചയിച്ചത്. 100, 200, 500, 1000 കോടിയല്ല സർ, 5580 കോടി രൂപ ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു. കിഫ്ബി പദ്ധതിയാണ്, കിഫ്ബി ഫണ്ടാണ്. കിഫ്ബി ഫണ്ട് കടപരിധിയിൽപ്പെടുത്തി മുന്നോട്ട് പോകുന്നൊരു സ്ഥിതി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഡബിൾ, ഏറെക്കുറെ 12,000 കോടി രൂപ ചെലവഴിച്ചതിന് തുല്യമായി മാറിയിട്ടുണ്ട് സർ. NH66 മറ്റ് 4 സ്റ്റേറ്റുകളിലൂടെയും പോകുന്നുണ്ട്. ആ സ്റ്റേറ്റുകളൊന്നും തന്നെ സ്റ്റേറ്റിൻ്റെ ഫണ്ട് NH66-ൻ്റെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. ലോകത്തെവിടെയുമുള്ള മലയാളിക്ക് സന്തോഷിക്കാം. ഇതിനെ എതിർക്കുന്ന ആരും ഒരു തരത്തിലും ഈ നാട് ആഗ്രഹിക്കുന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യം ആകാൻ വേണ്ടി നാട് ആഗ്രഹിക്കുമ്പോൾ അതിനോടൊപ്പമല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എല്ലാവരും ഒരുപോലെ പിന്തുണക്കേണ്ടതാണ്. ഇതിനെ ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തിയായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിക്കൊള്ളട്ടെ, അതൊരു രാഷ്ട്രീയ ആത്മഹത്യ ആയിരിക്കും എന്ന കാര്യത്തിലൊരു സംശയമില്ല. 2025 ഡിസംബറിൽ ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 45 മീറ്റർ 6 വരി യാഥാർത്ഥ്യമാക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. സാർ, ദേശീയപാത 66 കൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ മറ്റേതെല്ലാം ദേശീയപാതകൾക്കാണ് നാം സാമ്പത്തികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് വിശദമാക്കാം. സർ, തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, എറണാകുളം ബൈപ്പാസ്, കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് എന്നീ പദ്ധതികൾക്ക് മാത്രമായി 2370 കോടി 59 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് കേരള സർക്കാർ വഹിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എറണാകുളം ബൈപ്പാസ് NH544, കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് NH744 എന്നീ 2 പാതാ നിർമ്മാണങ്ങൾക്കായി 741 കോടി 35 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണുള്ളത്. ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിനായി 1629 കോടി 24 ലക്ഷം രൂപയുടെ പാക്കേജ്, ഭൂമി ഏറ്റെടുക്കലിൻ്റെ 50% തുകയായ 930 കോടി 41 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ വഹിക്കുകയാണ് സർ. ഈ തുക കിഫ്ബിയിൽ നിന്നും അനുവദിക്കും. സർവീസ് റോഡ് നിർമ്മാണത്തിന് 477 കോടി 33 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. ഈ തുക സംസ്ഥാനം 5 വർഷത്തിനകം നൽകും. ചരക്ക് സേവന നികുതി ഇനത്തിൽ 210 കോടി 63 ലക്ഷം രൂപയും റോയൽറ്റി ഇനത്തിൽ 10 കോടി 87 ലക്ഷം രൂപയും ഒഴിവാക്കി സംസ്ഥാനം അധിക ബാധ്യത വഹിക്കുവാനും തീരുമാനിച്ചു. ഇതോടൊപ്പം പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് പാതയുടെ ഭൂമി ഏറ്റെടുക്കലും പുരോഗമിക്കുകയാണ്. പാലക്കാട് നിന്നും കോഴിക്കോടേക്ക് നമുക്കറിയാം സാർ, ഇപ്പോൾ 4 മണിക്കൂറോളം സമയം എടുക്കുന്നത് 1.5 മണിക്കൂർ കൊണ്ട് എത്താൻ വേണ്ടി സാധിക്കുന്ന സ്ഥിതി ഉണ്ടാകും. NH766 ദീർഘകാലത്തെ സ്വപ്ന പദ്ധതിയാണ്. കോഴിക്കോട് മുതൽ മുത്തങ്ങ വരെ. NH185 അടിമാലി
കുമളി, NH 183 മുണ്ടക്കയം കുമളി എന്നീ പാതകളുടെ നവീകരണം സാധ്യമാക്കുന്നതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയവുമായി ചർച്ചകൾ തുടരുകയാണ്. പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം വരുമെന്നാണ് പ്രതീക്ഷ.